ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ വന്നത് ഞാൻ ഇന്നലെ ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കണ്ട ആ സൺസെറ്റും പിന്നെ അതിൻ്റെ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പോയ ആ ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ പറയാം. അതിനൊക്കെ മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ സഹായിക്കണം. പിന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ പറയാം. ഓക്കെ. ഇന്നലത്തെ ദിവസം ഒരു 4 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഇവിടുന്ന് ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാൽ, ഇന്നലെ ചതയാഘോഷം ഉള്ള ഒരു ടൈമല്ലായിരുന്നോ. 4 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് റോഡിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് 4 മണിക്ക് മുമ്പ് 4 മണി ആയില്ല, 4 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചതയാഘോഷത്തിൻ്റെ കുറേ സെലിബ്രേഷനൊക്കെ ഇങ്ങനെ കണ്ട് ജാഥയൊന്നും പോയി തുടങ്ങിയില്ല. ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ചേട്ടത്തിയും മോനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെയാണ് ബീച്ചിലേക്ക് പോയത്. ബീച്ചിൽ ചെന്നപ്പോൾ ഇന്നലെ ഓണവും സൺഡേയും ഒക്കെ ആയതിനാൽ ഇന്നലെ ഒരുപാട് പേര്, ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു. കാര്യം ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങി ചെല്ലാൻ ഇപ്പോൾ പറ്റത്തില്ല. എപ്പോഴും ഈ ലൈഫ് ഗാർഡ് വന്ന് നമ്മളെ ഇങ്ങനെ കയറ്റുക, കാല് നനയ്ക്കാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയില്ല. അതിന് മുമ്പിട്ട് തന്നെ ഈ കാല് നനയ്ക്കാൻ നിൽക്കുന്നവരെല്ലാം അവരിങ്ങനെ പറഞ്ഞ് മുകളിലോട്ട് കയറ്റി നിർത്തുവാണ്. ഞങ്ങളങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കപ്പലണ്ടി മിഠായി, മിച്ചർ മിഠായി, പിന്നെ നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ ബോംബെ മിഠായി എന്ന് പറയും, ബദാമ പൂട എന്ന് പറയും, അങ്ങനെ കുറച്ച് നമ്മൾ സോനാപ്പാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ള, അതിപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, സോനാപ്പാപ്പി എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പണ്ട് കൊച്ചിലെ അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ കുഞ്ഞിലെ ബീച്ചിലൊക്കെ പോകുമ്പം ഇത് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് പോകുന്നത്. അപ്പോൾ ഐസ്ക്രീം ഒന്നും നമുക്ക് കുടിക്കാൻ പറ്റാത്തതിനാൽ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. പിന്നെ അത് മാത്രമല്ല, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. ചോളം പുഴുങ്ങിയത് എല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഇതുപോലെ ഈ കുട്ടികൾ പട്ടം പറത്തുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ എൻ്റെ മകനും പട്ടമൊക്കെ പറത്തി, അവനും കുറേ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾക്കെല്ലാം ചുമയാണ് കേട്ടോ. ഇവിടെ എൻ്റെ മോന്, എനിക്ക്, എൻ്റെ ഹസ്ബൻഡിന്, പിന്നെ ചേട്ടത്തിക്ക്, മോന് എല്ലാം ഇപ്പോൾ ചുമയുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളാരും ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോയതേ ഇല്ല. അപ്പോൾ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങളിതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം കഴിച്ചായിരുന്നു. അവിടെ ഈ മുട്ട കൊണ്ടുള്ള ബജ്ജി, പിന്നെ മുളക് കൊണ്ടുള്ള ബജ്ജി, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം വീണ്ടും അവിടെ ഇരുന്ന്, ഞങ്ങൾ ഒരുപാട് പെട്ടെന്നൊന്നും വന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളൊരു 9 മണി വരെയൊക്കെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത്. നല്ല രസമായിരുന്നു കേട്ടോ. കാറ്റും സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ പോയി അവിടുത്തെ ഈ സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ഈ മേഘങ്ങൾ കാണാൻ നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് നല്ല രസമായിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലൈഫ് ഗാർഡൊക്കെ കുറച്ചൊന്ന് മാറി നിന്നപ്പം ഒരു 5 മിനിറ്റ് ഞങ്ങൾ പിന്നെ ഇറങ്ങി കടലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് നേരം തിരയൊക്കെ ഒന്ന് കണ്ട് കാലൊക്കെ ഒന്ന് നനച്ച്
എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ. കാര്യം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കടലിങ്ങനെ കയറി കിടക്കുവാട്ടാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. പോലീസും വന്ന് ഇങ്ങനെ ബോട്ടിലിങ്ങനെ വന്ന് ഇങ്ങനെ ഇൻഫോം തരുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ജാഗ്രതയോടെ നിൽക്കണം, അതുപോലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലരുത്, മുകളിലോട്ട് കയറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് ചുമ്മാ ഇൻഫോം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കാല് നനയ്ക്കാനോ ഒന്നും ഇപ്പം പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരെയും ഒന്ന് കണ്ടുപിടിച്ച്, നമ്മൾ ഈ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ആഗ്രഹമല്ലേ കാലൊക്കെ ഒന്ന് നനയ്ക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയി നിന്ന് ആരും കാണാതെ ഒന്ന് പെട്ടെന്നൊന്ന് കാല് നനച്ച് കയറി വീണ്ടും ഞങ്ങൾ അവിടെ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ 9 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു എന്നാൽ ബ്ലോക്കൊക്കെ ഒരു വിധം ചതയാഘോഷത്തിൻ്റെ അതൊക്കെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ്, എന്നിട്ട് ഞങ്ങളപ്പം പറഞ്ഞു നമുക്കെന്നാൽ പോവാൻ, വണ്ടി ബ്ലോക്കൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ 4 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലേക്കൂടെ ഞങ്ങളിങ്ങനെ നോക്കി ചായ കടകൾ വല്ലതും കാണുന്നു എന്ന് നോക്കി വന്നു. അപ്പോൾ ഈ ഞായറാഴ്ചയും ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും പോകുമ്പം നമ്മൾ ചായ കുടിക്കുന്ന മിക്ക കടകളും ഓഫായിരുന്നു, ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് നോക്കി വന്നപ്പം ഞങ്ങളെ വീടിൻ്റെയൊക്കെ കുറച്ചടുത്ത് എത്താറായപ്പം ഒരു കട തുറന്ന് വെച്ചേക്കുന്ന ഒരു ഹോട്ടൽ, പിന്നെ അവിടെ കയറി ഞങ്ങളെല്ലാം കൂടെ ചായ കുടിക്കാനായിട്ടിരുന്നപ്പോഴാണ് ചതയാഘോഷത്തിന് ഇങ്ങനെ നമ്മളെ ഈ ദൈവങ്ങളുടെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ നടക്കുമല്ലോ, ഈ നമ്മുടെ ഉത്സവത്തിനൊക്കെ കാണുന്ന വേഷം കെട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചതയാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുക, ശിവനും പാർവതിയും അങ്ങനെ ഓരോ ദൈവങ്ങളുടെ വേഷം കെട്ടിയ ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ല നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നും, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ വരുമ്പോഴേ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 9:30-10 മണി ആവാറായി. പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഹോട്ടലിലൊന്നും കയറി ഫുഡൊന്നും കഴിച്ചില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ വന്നു. ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചു രാത്രി. പിന്നെ മോന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, അവൻ അവിടുന്ന് ഓരോന്നൊക്കെ കഴിച്ച് അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവന് പിന്നെ ഞങ്ങളിൽ ചിക്കൻ റോള് മേടിച്ചതുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇത്രയായിരുന്നു ഇന്നലത്തെ എൻ്റെ വിശേഷം. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരണം. തെറ്റിപ്പോന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഓക്കെ, ബൈ.